സോ വാട്ട്സ് ഗെയിമേഴ്സ് വെൽക്കം ബാക്ക് മൈ പോസ്റ്റ് 2 നമ്മൾ വീണ്ടും നമ്മുടെ FC മൊബൈലിൽ നമ്മൾ വന്നേക്കുവാണ്. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അതിന് മുമ്പ് നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് നിൽക്കാൻ ഞാൻ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വേഗം കിട്ടുന്നതായിരിക്കും. അപ്പം എല്ലാം ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗ് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗ് സ്കോഡായിട്ട് നമ്മൾ FC മൊബൈലിൽ ഹെഡ് കളിക്കാൻ പോവാണ്. ജയിക്കോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നമ്മൾ ഈ വീഡിയോ ലെഗ് ടാർഗറ്റ് 10 ആണ്. എല്ലാവരും അടിച്ച് പൊട്ടിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് സ്കോഡ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഗോൾ കീപ്പറായിട്ട് ഗുർപ്രീത് സിംഗ് സന്ധു ആണ്, ബാംഗ്ലൂരുവിൻ്റെ. നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈസ് എ ഗുഡ് ഗോൾ കീപ്പർ. ഇന്ത്യൻ നാഷണൽ ടീമിൽ വരെ കുറേ സേവും കുറേ ക്രൂഷ്യൽ സേവൊക്കെ നടത്തിയിട്ടുള്ള ഒരാളാണ്. സെൻട്രൽ ബാക്കിലോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ SA ഉണ്ട്, ജംഷഡ്പൂരിൻ്റെയാണ്. അത് കഴിഞ്ഞ വർഷം വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത സെൻട്രൽ ബാക്കാന്ന് നോക്കിയാൽ നമുക്ക് ഒഡേയോണേൻ്റെയാണ് കാണാൻ പറ്റുന്നത്. അതും ഗോവയുടെ സെൻട്രൽ ബാക്കാണ്, ഫുൾ സെൻട്രൽ ബാക്കാണ്. നമ്മൾ റൈറ്റ് ബാക്ക് നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ടീമിലെ കളിച്ച രാഹുൽ ബക്കയുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരിലാണ് കളിക്കുന്നത്. എന്നാലും ഒരു മികച്ച താരം തന്നെയാണ്. ലെഫ്റ്റ് ബാക്കിലോട്ട് നോക്കുവാണെങ്കിൽ ഒരു വിദേശ താരമായ ഹെറ്റർ ഉസയാണ്. ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഗെയിമിൽ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇത് ലെഫ്റ്റ് ബാക്കിൽ കളിക്കുന്നതാണ്. ആൻഡ് ഇത് മോഹൻ ബഗാനിലായിരുന്നു, ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിലോട്ട് പോയി. നമ്മുടെ മിഡ് നോക്കുവാണെങ്കിൽ റൈറ്റ് മിഡായിട്ട് എഡ്ഗർ മെൻഡസ് ആണ്, ബാംഗ്ലൂരുവിൻ്റെ. കഴിഞ്ഞ വർഷം വന്നതാണ്, പുതിയ പ്ലെയറാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ലൊരു പ്ലെയർ തന്നെയാണ്. സെൻട്രൽ മിഡിലോട്ട് നോക്കിയാൽ ലൂണയുണ്ട്, നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൂണ. ഞാൻ പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യമില്ല ലൂണയെ കുറിച്ച്. മറ്റേ സെൻട്രൽ മിഡ് നോക്കുവാണെങ്കിൽ ബോർഹ ഹെറേറയുണ്ട്, ഗോവയുടെ തന്നെ ഒരു പ്ലെയറാണ്, ഫുൾ പ്ലെയറാണ്, കുറേ ക്രൂഷ്യൽ ഗോളൊക്കെ അടിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ലെഫ്റ്റ് മിഡിലോട്ട് നോക്കുവാണെങ്കിൽ നോവ സദോയുണ്ട്, പൊളി പ്രകടനമായിരുന്നു ഗോവയിൽ തന്നെ. കേരള ബ്ലാസ്റ്റേഴ്സ് വന്നപ്പോഴും അതേപോലെ തന്നെ തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്ട്രൈക്കറായിട്ട് നമ്മുടെ പണ്ടത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലെയറായ ഡിയമൺ താക്കോസ് ഉണ്ട്, ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിലാണ്, അത്യാവശ്യം നല്ല പ്രകടനമാണ്. ആൻഡ് നമ്മുടെ അടുത്ത സ്ട്രൈക്കർ നോക്കിയാൽ രോഹിത് കൃഷ്ണയുണ്ട്, ഒഡേനോടെ കൂടെ കളിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ഇപ്പം ഒഡീഷയിലാണ് കളിക്കുന്നത്. ഇതാണ് നമ്മുടെ ടീം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തൊക്കെ. നമ്മുടെ ഇത് ബെഞ്ചിലായിട്ട് ഇച്ചിരി പേരേ ഉള്ളൂ. മക്ലാരൻ, മോഹൻ ബഗാൻ്റെ, പിന്നെ ചാന്ദയുണ്ട്, മുംബൈ സിറ്റിയുടെ, പിന്നെ നമ്മുടെ സെൻട്രൽ ബാക്കായ സെർക്കോവിച്ച് ഉണ്ട്, നമ്മുടെ ജംഷഡ്പൂരിൻ്റെ പ്ലെയറാണ്. അപ്പം നമ്മൾ ടീം ഇട്ടേക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗ് വൺ ഓഫ് ദ ബെസ്റ്റ് ടീമായത് മോഹൻ ബഗാനാണ്. അവരുടെ പഴക്കവും അവരുടെ എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ആ ഒരു ഇത് തന്നെ തുടർന്നുകൊണ്ട് നമ്മൾ മോഹൻ ബഗാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ടീമൊക്കെ ഇഷ്ടപ്പെട്ടു നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തേക്കും. അപ്പം നമുക്ക് നേരെ ഹെഡ് കളിക്കാം. സോറി കേസ്, മൈക്കിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്ത വീഡിയോ ശരിയാക്കുന്നതാണ്. മാച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ടീം ഇതാണ്, അവൻ്റെ ടീം ഇതാണ്. ഞാനിപ്പോൾ ലെജൻഡറിയിലാണ് കളിക്കുന്നത്. എന്നിട്ട് ഇവൻ എന്ത് ഈ ടീം ഇട്ടുകൊണ്ട് വന്നതെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ ഹൈലൈറ്റ്സ് മാത്രമായിട്ട് കാണിക്കാം. എല്ലാവരും എല്ലാ ലൈക്കും ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെച്ചേക്ക്. നമുക്ക് നേരെ കളിക്കാം. ഹൈലൈറ്റ്സ് മാത്രമായിട്ട് കാണിക്കാം. ഒരു മുന്നേറ്റം, നൈസ് പാസ് ആൻഡ് ഗോൾ. ഗുർപ്രീത് സിംഗ് സന്ധു അവൻ അടിക്കുന്നതിന് മുമ്പ് പന്ത് എടുത്തിട്ടുണ്ട്. ഹെട്രുസെ ടു ബോർഹ ഹെറേറ ടു ഡയമണ്ടാക്കോസ് ടു ഹെട്രുസെ. നൈസ് ഷോട്ട്, ബട്ട് ഗോൾ കീപ്പർ സേവ് ചെയ്തേക്കുവാണ്. നമുക്കൊരു കോർണർ കിട്ടിയിട്ടുണ്ട്, കോർണർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് പൊക്കമുള്ളതുകൊണ്ട് കിട്ടി, പക്ഷേ ഡിഫൻഡർ റീഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ബാക്ക് ടു എസ് എ ഒരു ഷോട്ട് അടിപ്പിച്ച് നോക്കാം. ബട്ട് ബ്ലോക്ക് ചെയ്തേക്കുവാണ്. മുന്നിൽ അവരുടെ നൈസ് ടാക്കിൾ. ഹെട്രുസെ ബോൾ ക്ലിയർ ചെയ്തേക്കുവാണ്. കൗണ്ടർ അറ്റാക്ക് പോലെ കിട്ടി. നമുക്ക് കൃഷ്ണ ടു ഡിയമൺ താക്കോസ് പാസ് ടു കൃഷ്ണ ആൻഡ് ഗോൾ. ആസോ നമ്മൾ 33 മിനിറ്റിൽ സ്കോർ ചെയ്തേക്കുവാണ്. അതായിട്ട് നമ്മുടെ രോഹിത് കൃഷ്ണയായിട്ട് നല്ലൊരു പാസ് തന്നെയായിരുന്നു ഡിയമൺ താക്കോസ് പാസ് ചെയ്തത്. ആൻഡ്
സിമ്പിൾ ഫിനിഷ് ഫോർ രോഹിത് കൃഷ്ണ. 1-0 33 മിനിറ്റ് നമ്മൾ ലീഡിലാണ്. ഹെറേറ ടു കൃഷ്ണ ഒരു കേവ് അടിക്കുന്നു. കൃഷ്ണ വാട്ട് എ ഗോൾ ബൈ കൃഷ്ണ. ഈ കാർഡിൽ ഇങ്ങനെ ഗോളിക്കുക പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ്. രോഹിത് കൃഷ്ണ ഡബിൾ ആയി കൂടെ നമുക്ക് ഹാട്രിക് അടിക്കാൻ പറ്റുമെന്ന് നോക്കാം. വാട്ട് എ ഷോട്ട് ബൈ രോഹിത് കൃഷ്ണ. ആൻഡ് 2-0 ഹാഫ് ടൈം ആവുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ആക്കാൻ പറ്റി. ഓ നൈസ് പാസ്. ഒടേക്ക് എടുക്കാൻ പറ്റുന്നില്ല. എസ് എടുത്തിട്ടുണ്ട്. ഒടേക്ക് പഴിച്ചാലും എസ്ക്ക് പഴിച്ചില്ല. ആൻഡ് ഫസ്റ്റ് ഹാഫ് കഴിയുകയാണ്. 2-0 നമ്മൾ ലീഡിലാണ്. ടാക്കോസിന് ഇട്ടിട്ടുണ്ട്. ഡിമിട്രിയോസ് ലൂണ ഷോട്ട്. ഞാൻ അല്ലാതെ തന്നെ ഒരു വോളി അടിക്കാനാണ് നോക്കിയത്. ലൂണ പൈസകളൊക്കെ അടിക്കാൻ നോക്കി, പന്ത് കിട്ടിയുമില്ല. നല്ലതായി, കുഴപ്പമില്ല. താക്കോസ് ബാക്ക് ടു കൃഷ്ണ. ഞാൻ അത് ബോർഹ ഹെറേറയ്ക്കാണ് കൊടുക്കാൻ നോക്കിയത്. ആൻഡ് ബോർഹ ഹെറേറയ്ക്ക് കിട്ടുകയും ചെയ്തു. കീപ്പറല്ല, ബാക്ക് ചെയ്യുന്നൊരു മിസ്റ്റേക്കും വന്നു. ബോർഹ ഹെറേറയ്ക്ക് പന്ത് കിട്ടുകയും ചെയ്തു. ആൻഡ് സിമ്പിൾ ഫിനിഷ് ഫോർ ബോർഹ ഹെറേറ. പക്ഷേ ഓടയ്ക്ക് പിടിക്കാൻ പറ്റിയില്ല. ആൻഡ് ബോർഹയ്ക്കും പിടിക്കാൻ കഴിയുന്നില്ല. നൈസ് പാസ്. എംപാപ്പെ വേറെ ആരെ ഷോട്ട് അടിച്ചു, ബട്ട് ബ്ലോക്കായി. അതിനൊരു കൗണ്ടർ അറ്റാക്ക്. രോഹിത് കൃഷ്ണ ഹാട്രിക് പോസ്റ്റിലോട്ട് തന്നെ അടിച്ച് 4-0 ആക്കിക്കൊണ്ട് കൃഷ്ണ ഹാട്രിക് അടിച്ചിരിക്കുകയാണ്. വാട്ട് എ ഗോൾ. ഞാൻ സെക്കൻഡ് പോസ്റ്റിലോട്ട് അടിക്കാനാണ് പറഞ്ഞത്, എന്നാലും ഫസ്റ്റ് പോസ്റ്റിലോട്ട് അടിച്ച് ബാങ്കർ ഗോൾ. 4-0 in 75 മിനിറ്റ്. ടാക്കോസ് ടു കൃഷ്ണ പാസ് ടു ഒന്നും നോക്കിയിട്ട് വരാത്ത എഡ്ഗർ മെൻഡസ് പാസ് ടു. ഞാൻ അങ്ങോട്ടല്ല കൊടുക്കാൻ പറഞ്ഞത്. ഓ നൈസ് ഷോട്ട്. ബട്ട് ഞാൻ അത് ഇത് ആരാ, ഐ തിങ്ക് ബോർഹ ഹെറേറയ്ക്കോ ഡൈമണ്ട് ടാക്കോസാന്ന് തോന്നുന്നു, അവരോട് കൊടുക്കാനാണ് പറഞ്ഞത്. ഫൈനലി കളി കഴിഞ്ഞിരിക്കുവാണ്. 4-0 നമ്മൾ കളി ജയിച്ചിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ചലഞ്ചും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ടീമിലോട്ട് പോയിട്ട് ബാക്കി പറയാം. ആൻഡ് ഗൈസ്, നമ്മൾ 4-0 കളി ജയിച്ചു. നമ്മൾ ഈ ടീമായിട്ട് ജയിച്ചിട്ടുണ്ട്. ഈ ടീമായിട്ട് ജയിക്കാൻ വളരെ പാടാണ്. എന്നിട്ട് നമ്മൾ ജയിച്ചിട്ടുണ്ട്. എനിക്ക് ഐ തിങ്ക് അവൻ്റെ ടീമും മോശമായതുകൊണ്ടും പിന്നെ അവന് കളിക്കാൻ അത്രയ്ക്ക് അറിയില്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലായിരിക്കാം, ചിലപ്പോൾ അവൻ ചുമ്മാ ചെയ്യുന്നതായിരിക്കാം. അതൊക്കെ പോട്ടെ. നമുക്ക് കളി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചലഞ്ചോടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസിന് വേണ്ടി നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇങ്ങനത്തെ വെറൈറ്റി ഏത് കണ്ടൻറ്റ് വേണം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് വെക്കുക. ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് വെക്കുക. അപ്പം വൺസ് അഗെയിൻ ഞാൻ പറയുന്നു, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് നിൽക്കാൻ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വേഗം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാം ചെയ്ത് വെക്കുക. അപ്പം ഓക്കെ സ്റ്റാർട്ട്. നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോ കാണാം. പോസ്റ്റ് പോയിന്റ് സാറിങ് ഔട്ട്. See you guys next episode. Love you all. Take care.